ഭരണങ്ങാനത്തെ അൽഫോൻസാമയുടെ കബറിടം പന്തക്കുസ്തയുടെ തുടർച്ചയായി നിലകൊള്ളുന്നു എന്ന് മാ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസിയൻ ആത്മീയ വർഷം ഉദ്ഘാടനം ചെയ്തും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചും സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. യഥാർത്ഥമായ ഒരു പെന്തക്കുസ്തയുടെ അനുഭവമാണ് ഭരണങ്ങാനത്തെ അൽഫോൻസാമയുടെ കബറിടം നൽകുന്നത്. കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അൽഫോൻസാമയുടെ സൂക്തങ്ങളോർത്ത് പുണ്യകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉണർവാണ് പെന്തക്കുസ്ത എന്നും സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ കാര്യങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ പെന്തക്കുസ്തയുടെ തുടർച്ച നമ്മിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാമെന്നും ബിഷപ്പ് പറഞ്ഞു. അമ്മയുടെ കൂടെ ഒരു വർഷമായിരിക്കാൻ അവസരം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷ കർമ്മ പരിപാടികളിലൂടെ ഒരുക്കിയിരിക്കുന്നതെന്നും പാലാ രൂപതയുടെയും സഭയുടെയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ നവീകരണമാണ് ഈ അൽഫോൻസിയൻ ആത്മീയ വർഷ കർമ്മ പരിപാടികളിലൂടെ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നതെന്നും ജീവനില്ലാതെ ഇരിക്കുന്നവർക്കെല്ലാം ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രോജക്റ്റ് എന്നും സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷത്തെപ്പറ്റി ബിഷപ്പ് ആഴത്തിൽ വ്യക്തമാക്കി. അൽഫോൻസാമയുടെ പുണ്യകുടീരം ജെറുസലേം പോലെയാണ്. ശിഷ്യന്മാരെല്ലാവരും ജെറുസലേത്ത് ഒരു ചെറിയ മുറിയിൽ മറിയത്തോടുകൂടി ആയിരുന്നപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ച സ്ഥലമായി മാറിയിരുന്നു. അവിടെ നിന്നാണ് അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചതും ഒരുമിച്ച് ഭക്ഷിച്ചതും. അങ്ങനെ സ്വന്തം വീട് പോലെയായിരുന്നു ജെറുസലേം. ഭരണങ്ങാനത്തും സംഭവിക്കുന്നത് അതാണെന്നും അൽഫോൻസാമയുടെ ഈ പുണ്യകുടീരവും അതുപോലെ തന്നെയാണെന്നും ഈ തീർത്ഥാടന കേന്ദ്രം ആദ്യാക്ഷരം എഴുതിയ കുട്ടികൾക്ക് സ്വന്തം വീട് പോലെ തോന്നണമെന്നും ബിഷപ്പ് പറഞ്ഞു. പെന്തക്കുസ്തയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ഈശോ എന്നും മലയാളത്തിലെ ആദ്യ അക്ഷരം ആ എന്ന് എഴുതി കൊടുക്കുമ്പോൾ അത് നല്ലൊരു ബിബ്ലിക്കൽ സംസ്കാരവും ഭാഷാപരമായ സംസ്കാരവും ഒന്നിച്ചു കൊടുക്കുകയാണെന്നും കുഞ്ഞുങ്ങൾ ആദ്യം ഈശോ എന്ന് കേൾക്കുമ്പോഴും എഴുതുമ്പോഴും അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശബ്ദം പറയാനും പ്രവർത്തിക്കാനും അവസരം നൽകുമെന്നും ബിഷപ്പ് പറഞ്ഞു. നമുക്ക് അൽഫോൻസാമയുടെ ഈ പുണ്യകുടീരം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഭരണജ്ഞാനമാണ്, ഈ ടൂമ്പാണ് നമ്മെ സംബന്ധിച്ച് ഓൺഗോയിങ് പെന്തക്കോസ്റ്റ്, നിരന്തരമായ ഒരു പെന്തക്കുസ്തായുടെ അനുഭവമാണ് ഇവിടെ വരുമ്പോൾ നല്ലപോലെ ഒന്ന് കുമ്പസാരിച്ചു, നല്ലതുപോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, അൽഫോൻസാമയുടെ സൂക്തങ്ങൾ ഓർത്തു, പുണ്യകുടീരത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഉണർവാണ് പെന്തക്കുസ്ത. അങ്ങനെ അമ്മയെ നമുക്ക് ഓൺഗോയിങ് പെന്തക്കോസ്റ്റായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഈ ദേശത്തിലും ഉണ്ടാകുന്ന ആ ഒരു ആത്മാവിൻ്റെ ഇറങ്ങി വരവായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട്. അതിനെ സാധൂകരിക്കുന്ന പ്രോജക്റ്റാണ് ബഹുമാനപ്പെട്ട ഡയറക്ടറച്ചനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററച്ചനും മറ്റ് ആധ്യാത്മിക പിതാക്കന്മാരും ഒരു നല്ലൊരു ടീം ഇവിടെയുണ്ട്. അവർ ആലോചിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു കാര്യമാണിത്. ഇതൊരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. അൽഫോൻസിയൻ ആത്മീയ വർഷത്തിന്റെ ലോഗോ പ്രകാശനം റായ്പൂർ മുൻ ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോസഫ് അഗസ്റ്റിൻ ചർണക്കുന്നേൽ, പാലാ രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ നൽകി നിർവഹിച്ചു. രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുറ്റിയാങ്കൽ, പ്രൊക്യുറേറ്റർ റവറൻ ഡോക്ടർ ജോസഫ് മുത്തനാട്ട്, അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്ററിലെ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഭരണങ്ങാനം ഇടവക വികാരി ഫാദർ സക്കറിയ സാട്ടപ്പാട്ട്, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ റവറൻ ജെസി മരിയ ഓലിക്കൽ, അസീസി ആശ്രമം സുപ്പീരിയർ ഫാദർ മാർട്ടിൻ മാനാത്ത് തുടങ്ങിയവർ പ്രസംഗിക്കുകയും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തു. ഷക്കീന ന്യൂസ്, കോട്ടയം.